പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്കും നമ്മൾ വീട്ടിലൊരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ കൈക്കുഴിയും അതുപോലെ സ്ലീവും ഒന്നും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയും ജോയിൻ ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മീറ്റർ മെറ്റീരിയലാണ് വേണ്ടത്. അപ്പോൾ ദാ ഞാൻ 3 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ നിൽക്കുന്ന ഈ സൈഡ് ക്ലോസ്ഡ് സൈഡും ഈ ഈ ഭാഗം ഓപ്പൺ സൈഡുമാണ്. മുകളിലത്തെ ഭാഗവും മടക്കുവശം തന്നെയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഫുൾ ലെങ്ത് ഞാൻ അളക്കുമ്പോൾ എനിക്ക് 57 ഇഞ്ച് കിട്ടുന്നുണ്ട്. ആ ഫുൾ ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമ്മളെ കയ്യിലുള്ള ഒരു കൃത്യമായിട്ടുള്ള അളവിലുള്ള ഒരു നൈറ്റി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് ഇങ്ങനെ വെക്കാം. അപ്പോൾ വെച്ച് കഴിയുമ്പോൾ മുകളിലും അതുപോലെ താഴെയും എല്ലാം 1.5 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ വേണം വെക്കാൻ. അതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുക. ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വരക്കുക. അതുപോലെ സൈഡിലും നമുക്ക് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വരക്കാം. ഈ 1.5 ഇഞ്ചെല്ലാം നമുക്ക് സീം അലവൻസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം ദാ ഈ ഒരു ഭാഗത്തുനിന്നും ഇതുപോലെ 1.5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് താഴെ വരെ ആ നൈറ്റിയുടെ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കാം. താഴെയും അതുപോലെ തന്നെ നമ്മളൊരു 1.5 ഇഞ്ചോളം വിടണം. താഴെ നമുക്ക് നൈറ്റി മടക്കി അടിക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ടേബിളിൻ്റെ താഴത്തെ ഭാഗത്തോട്ടായിട്ട് ആ ക്ലോത്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കാണാത്തത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പം വരച്ചെടുത്ത ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ സൈഡിൽ വരുന്ന ആ ഒരു ക്ലോത്തിൻ്റെ ഭാഗം മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത നൈറ്റി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ നൈറ്റിയിൽ ഞാൻ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അത് നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ച തുണിയിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. മുന്നിലത്തെ നെക്കിൻ്റെ ഇറക്കം ഞാൻ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഇതൊരു കർവ്ഡ് വി ഷേപ്പിലാണ് വരക്കുന്നത്. അതായത് യു അല്ല വി അല്ല, കുറച്ച് കർവുള്ള വി ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഈ മുന്നിലത്തെ നൈറ്റിയുടെ പീസ് മാറ്റിയിട്ട് ബാക്കിലത്തെ പീസ് മാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 3.5 ഇഞ്ചിനെയാണ് കൊടുക്കുന്നത്. അതും മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിത് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരക്കാം. അതിന് ശേഷം നമുക്കത് ഇതുപോലെ കർവ് സ്കെയിൽ വെച്ചിട്ട് യു ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നൈറ്റി കട്ട് ചെയ്തിട്ട് ബാക്കി സൈഡിൽ വന്ന പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ. എന്നിട്ട് നമുക്ക് ഇത്രയും ഒരു ഭാഗം ഈ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പീസാണ് അത് മാറ്റി വെച്ചതിന് ശേഷം അതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും ഇതേപോലെ വെച്ചിട്ട് നേരത്തെ ചെയ്ത അതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഫിനിഷ് ചെയ്യാനുള്ള ഒരു പീസ് ക്ലോത്ത് നമ്മൾ ഇതുപോലെ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ 3 സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് അധികം നൂലൊന്നും വലിയാത്ത സൈഡാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ബാക്കി 3 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പീസിൻ്റെ എടുക്കുന്നുണ്ട്, അതുപോലെ ബാക്ക് പീസിലേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ആ ചെറിയ പീസിൻ്റെയും 3 സൈഡ് ഞാൻ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് ഫിനിഷ് ചെയ്യാൻ ഇപ്പോൾ റെഡിയാക്കി എടുത്ത ഈ പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസ് ഇതിൻ്റെ മേലെ ഇതുപോലെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നൈറ്റി പീസിൻ്റെ നല്ല വശവും അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പീസിൻ്റെ നല്ല വശവും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തെടുത്തതിന് ശേഷം നല്ല വശങ്ങൾ മാറിപ്പോകരുത്. രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് പിൻ ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷം ഞാൻ കാണിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ ഈ ഷേപ്പ് തന്നെ ഒന്ന് വരച്ചെടുക്കാം. വരച്ചെടുത്തിട്ട് ആ ലൈനിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പൊന്നും മാറാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ഒരു കോർണറിലെത്തുമ്പോൾ നമ്മൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ച് ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഉള്ളിലത്തെ ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു ഇടയിൽ വരുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പം കൊടുത്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്കിത് തിരിച്ചിടാം. നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ട് തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ല നീറ്റായിട്ട് തിരിച്ചിടാൻ പറ്റും. അതിനു വേണ്ടിയാണ് ചെറിയ കട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, ഈ ഒരു ഭാഗത്തെ കൂടി. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കോർണറിൽ എത്തുമ്പോൾ നമ്മളൊന്ന് കുത്തി നിർത്തിയിട്ട് വേണം ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ലേസും കൂടി ഇതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലേസിൻ്റെ ഈ ഭാഗം ഇതേപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ലേസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആ കോർണറിലെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കണം. ലേസ് ഇതേപോലെ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അത് നല്ല നീറ്റായിട്ട് കിട്ടൂല. ഇനി ലേസിൻ്റെ മറ്റേ ഭാഗവും കൂടി ഇവിടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ കോർണറിലെത്തുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ലേസെല്ലാം വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക് നെക്കിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് നേരത്തെ ഫ്രണ്ട് നെക്കിന് ചെയ്ത പോലെ തന്നെ രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം സൈഡിൽ കൂടി ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് ആ വരച്ച വരയിൽ കൂടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇനി നമുക്ക് ഈ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നേരത്തെ ചെയ്ത അതേ രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ആ സ്റ്റിച്ചിൽ തട്ടാതെ കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ബാക്ക് നെക്കും റെഡിയാവും. അപ്പോൾ ബാക്ക് നെക്കും റെഡിയായി. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി ബാക്ക് പീസ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം, അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ കാണിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡിലും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു ഭാഗം ഇതുപോലെ ആദ്യം ഒരു അരയിഞ്ചിൽ മടക്കുക, പിന്നെ ഒരു അരയിഞ്ചിലും കൂടി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് സ്ലീവിൻ്റെ സൈഡ് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നെക്കിൽ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ ലേസിൻ്റെ ബാക്കി പീസ് ഇതുപോലെ സ്ലീവിലും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്ലീവിലും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സ്ലീവ് ഓപ്പണിങ് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ സ്ലീവ് ഓപ്പണിങ് 14 വരുന്നത്. അതിൻ്റെ പകുതി 7 ഇഞ്ചാണ് വരിക. അതിൻ്റെ കൂടെ ഞാൻ ഒരു അരയിഞ്ച് ലൂസും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ വരെ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ആ വരച്ച ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ഇതേപോലെ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം താഴത്തെ ഭാഗം കൂടി മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ നൈറ്റി റെഡിയാവും. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് എ ലൈൻ കുർത്തിയും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും.
സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ഭാഗം ഇതുപോലെ ആദ്യം ഒരു അരയിഞ്ചിൽ മടക്കുക, പിന്നെയും ഒരു അരയിഞ്ചിലേക്ക് കൂടി മടക്കുക. 1 ഇഞ്ചിൽ ഇതുപോലെ മടക്കി ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെ നൈറ്റി റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നൈറ്റി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.